നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അല്ലേ, കമ്പ്യൂട്ടറും അതിൻ്റെ ആപ്ലിക്കേഷൻസും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മൊബൈൽ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത് രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ചില കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂട്യൂബ് ആരംഭിച്ച ഷോർട്ട് വീഡിയോ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഇത് കാണാത്ത ആരും ഉണ്ടാവില്ല. യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ് ആരംഭിച്ച ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ഏതാണ്? അത് യൂട്യൂബ് ഷോർട്സ് ആണ്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? നോർവേയിലാണ്. ഓക്കെ, നല്ല കാറാണ് നോർവേയിലുള്ളത് എന്ന് ആലോചിക്കുക അല്ലേ, ഇലക്ട്രിക് കാർസ്. അപ്പോൾ നമുക്കറിയാം പെട്രോളും അല്ലെങ്കിൽ ഡീസൽ ചാർജൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാർസിന് കമ്പാരിറ്റീവ്ലി വളരെയധികം ചിലവ് കുറവാണ്. ഓക്കെ, അതിൻ്റെ എൻഡ്യൂറൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി ഒരു 5-6 കൊല്ലങ്ങൾ കൊണ്ടേ നമുക്കത് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിങ്, വയറില്ലാതെ കാർ ചാർജിങ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? അത് നോർവേയിലാണ്. നോർവേയിലുള്ള നല്ല കാറുകൾക്ക് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിങ് ആരംഭിച്ചു എന്ന് ഓർക്കാം. ഇനി 2022 പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസർ ഏതാണ്? അത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. ഏതാണ്? നമുക്കറിയാം ഇപ്പോൾ ഒരു 2010 വരെയൊക്കെ സ്ഥിരമായ ആൾക്കാർ മൊസില്ല ഫയർഫോക്സിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ ക്രോമിനേക്കാളും ഒക്കെ കൂടുതൽ ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരു മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസർ ആയിരുന്നു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോൾ അതെന്തായി? അത് പ്രവർത്തനം അവസാനിപ്പിച്ച വർഷവും ശ്രദ്ധിക്കുക, 2022. അപ്പോൾ യൂട്യൂബ് ആരംഭിച്ച ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ഏതാണ്? യൂട്യൂബ് ഷോർട്സ്. യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും. ലോകത്തിൽ ആദ്യമായിട്ട് വയർലെസ് ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ ആരംഭിച്ചതോ അതെവിടെയാണ്? അത് നോർവേയിലാണ്. നോർവേ. ഇനി 2022 പ്രവർത്തനം അവസാനിപ്പിച്ച മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസർ ഏതാണ്? അത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അടുത്തത്, മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന മുഖ്യധാരയിലെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ഏതാണത്? ഗൂഗിൾ ബാട്ട്. ഓക്കെ, ഗൂഗിൾ ബോർഡ്. ഓക്കെ, ഗൂഗിൾ ബോർഡാണ് മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന മുഖ്യധാരയിലുള്ള ആദ്യത്തെ AI ചാറ്റ് ബോട്ട്. ഗൂഗിളിൻ്റെ ജെമിനിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജെമിനിയും മറ്റൊരു ചാറ്റ് ബോട്ടാണ് ഗൂഗിളിൻ്റെ. അതിനെപ്പറ്റി പല വിവാദങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന മുഖ്യധാരയിലെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ഏതാണ്? അത് ഗൂഗിൾ ബോർഡാണ്. ഗൂഗിൾ പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുതിയ വേർഷൻ ഏതാണ്? ആൻഡ്രോയിഡ് 12. നമുക്കറിയാം നമ്മളുടെ ഗൂഗിളിൻ്റെ മെയിനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലേ, മൊബൈൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനാണ് ഏത്? ആൻഡ്രോയിഡ് 12. ഇനി നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളുടെ 360 ഡിഗ്രി, 3600 അല്ല, 360 ഡിഗ്രി കാഴ്ച കാണാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ പദ്ധതിയാണേത്? ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളുടെ 360 ഡിഗ്രി കാഴ്ച കാണാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ പദ്ധതിയാണേത്? ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ. ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ. അടുത്തത്, മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന മുഖ്യധാരയിലെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഗൂഗിൾ ബോർഡാണ്. അടുത്തത്, ഗൂഗിൾ പുറത്തിറക്കിയ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുതിയ വേർഷൻ ആൻഡ്രോയിഡ് 12. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളുടെ 360 ഡിഗ്രി കാഴ്ച കാണാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ പദ്ധതി ഏതാണ്? ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ. നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത് മാത്രമല്ല പുറകിലുള്ളത്, അതായത് ഒരു നഗരത്തിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചുറ്റും ഒരു 360 ഡിഗ്രിയിലും ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കാണാൻ എന്ത് പറ്റും? ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ കാരണം സാധിക്കും. അടുത്തത്, രാജ്യത്തെ ചെറുനഗരങ്ങളിലെ ഏകദേശം 10,000 സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയേകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണേത്?
ഗൂഗിൾ സ്റ്റാർട്ടപ്പ്. അപ്പോൾ രാജ്യത്തെ ചെറുനഗരങ്ങളിലെ ഏകദേശം നമുക്കറിയാം, നമ്മുടെ ചെറിയ ഈ കേരളത്തിലുള്ളതും ബാക്കിയുള്ള ചെറിയ 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 നഗരങ്ങളുണ്ട്. തിരുവനന്തപുരം, എറണാകുളം പോലെയുള്ള സിറ്റീസ്, അതേപോലെ തന്നെ ചെറിയ നഗരങ്ങളാണെങ്കിലും ഇപ്പോൾ കൊല്ലം പോലെയുള്ള ചെറിയ നഗരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള നഗരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും അല്ലേ. ചെറിയ ചെറിയ സംരംഭങ്ങൾ സാധാരണക്കാരായ ആൾക്കാർ തുടങ്ങുന്നുണ്ടാവും. അവരെ സഹായിക്കാൻ വേണ്ടി ഏകദേശം 10,000 സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയേകാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ ഒരു പദ്ധതിയാണ് ഏത്? ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ. ഏതാണ്? ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ. ഇനി ഗൂഗിൾ പ്ലസിന് പകരം ഗൂഗിൾ പുറത്തിറക്കുന്ന ഏതാണ്? അത് ഗൂഗിൾ കറൻസ് ആണ്. ഓക്കെ, ഗൂഗിൾ പ്ലസിന് പകരം നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ പ്ലസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ നോക്കുമായിരുന്നു അല്ലേ. അപ്പം അതിന് പകരം ഗൂഗിൾ പ്ലസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ ഗൂഗിൾ എന്താണ് പുറത്തിറക്കിയിരിക്കുന്നത്? അതിൻ്റെ പേരാണ് എന്ത്? ഗൂഗിൾ കറൻസ്. ഇനി സാമൂഹിക അകലം പാലിക്കാൻ എപ്പോഴായിരുന്നു നമ്മൾ സാമൂഹിക അകലം പാലിക്കാൻ തുടങ്ങിയത്? നമുക്കറിയാം, നമ്മുടെ കൊറോണ ഹിറ്റായപ്പോൾ അല്ലേ. അതായത് നമ്മുടെ കൊറോണ, COVID-19 എന്നുള്ള ആ ഒരു മഹാവ്യാധി വന്നപ്പോഴത്തേക്കും ഇല്ലേ, അങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാ കമ്പനികളും എല്ലാവരും ഓരോ എന്താ പറയുക മെത്തേഡുകൾ അവലംബിച്ചായിരുന്നു. എന്തിനാണ്? സാമൂഹികമായിട്ട് അകലം പാലിക്കാനും ഈ വൈറസ് പകരാതിരിക്കാനുമുള്ള സിറ്റുവേഷൻസ് നോക്കിയായിരുന്നു. അങ്ങനെ സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കിയിട്ട് ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഏത്? അത് സോഡാർ. എന്താണ്? സോഡാർ. സോഡാപ്പൊടി ഇട്ട് ആൾക്കാരെ ദൂരത്ത് നിർത്തും എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ആരാണ്? ഗൂഗിൾ. ഓക്കെ, ഗൂഗിൾ ആരംഭിച്ച ആ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? സോഡാർ. ഇനി ഫയൽ ഷെയറിങ്ങിന് ഗൂഗിൾ പുറത്തിറക്കിയത് ഏതാണ്? ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഗൂഗിൾ പുറത്തിറക്കിയതാണ് നിയർ ബൈ ഷെയർ. ഓക്കെ, അതായത് തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫയൽസ് ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ത്? നിയർ ബൈ ഷെയർ. അപ്പോൾ രാജ്യത്തെ ചെറുനഗരങ്ങൾക്ക് 10,000-ഓളം സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയേകാൻ ആര്? ഗൂഗിള് ലക്ഷ്യമിടുന്ന പദ്ധതിയാണെന്ത്? ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ. ഓക്കെ, ഗൂഗിൾ സ്റ്റാർട്ടപ്പ് സ്കൂൾ. ഇനി ഗൂഗിൾ പ്ലസിന് പകരം ഗൂഗിൾ പുറത്തിറക്കുന്നതാണ് എന്ത്? ഗൂഗിൾ കറൻസ്. ഗൂഗിൾ പ്ലസ് അല്ല ഇനി മുതൽ എന്താണ്? ഗൂഗിൾ കറൻസ് ആണ്. സാമൂഹിക അകലം പാലിക്കാൻ സോഡാപ്പൊടിയോട് അല്ലേ ഗൂഗിൾ എന്ത് ചെയ്തു? കുറച്ച് സോഡാപ്പൊടി ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് സോഡാർ. ഇനി ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഗൂഗിൾ പുറത്തിറക്കിയതാണ് എന്ത്? നിയർ ബൈ ഷെയർ. എന്താണ്? നിയർ ബൈ ഷെയർ. അടുത്തത് ഗൂഗിളിൻ്റെ ഷോർട്ട് വീഡിയോ അയക്കുന്ന മെസ്സേജ് സേവനമാണ് എന്ത്? ത്രെഡിറ്റ്. ഓക്കെ, ഗൂഗിളിൻ്റെ ഷോർട്ട് വീഡിയോ മെസ്സേജിങ്. നമുക്കറിയാം, ഇപ്പോൾ SMS എന്താണ്? ഷോർട്ട് മെസ്സേജസ് ആണ് അല്ലേ. അതായത് റിട്ടേൺ മെസ്സേജസ് ആണ് SMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇനി അതിന് പകരം ചെറിയ ചെറിയ വീഡിയോസ് മെസ്സേജ് പോലെ ആക്കി അയക്കാനുള്ള ഗൂഗിളിൻ്റെ വീഡിയോ മെസ്സേജ് സേവനമാണ് എന്ത്? ത്രെഡിറ്റ്. ത്രെഡിറ്റ്. അടുത്തത് ഫേസ്ബുക്ക് സ്വന്തമാക്കിയ GIF സെർച്ച് എഞ്ചിനാണ് എന്ത്? ഗിഫി. ഏതാണ്? ഫേസ്ബുക്ക് സ്വന്തമാക്കിയ GIF അല്ലേ. GIF സെർച്ച് എഞ്ചിനാണ് എന്ത്? ഗിഫി. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പ് ആണെങ്കിലോ അത് വീഡിയോ ഇല്ല. ഫേസ്ബുക്ക് എന്ത് ചെയ്തു? ഓഡിയോ ഓൺലി ഒരു കോളിംഗ് ആപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ക്യാച്ചപ്പ്. ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്യാച്ചപ്പ് ചെയ്യാന്ന് പറയും അല്ലേ. അപ്പോൾ ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പാണ് എന്ത്? ക്യാച്ചപ്പ്. എന്താണ്? ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പാണ് ക്യാച്ചപ്പ്. ഇനി ഫേസ്ബുക്ക്, ഇത് ഗൂഗിളാണോ ആരംഭിച്ചത്? മാറിപ്പോകരുത്, ഫേസ്ബുക്കിൻ്റെ ആണ് ക്യാച്ചപ്പ് ഗിഫി. ഓക്കെ, ക്യാച്ചപ്പ് ഗിഫിയൊക്കെ ആരുടെയാണ്? ഫേസ്ബുക്കിൻ്റെ ആണ്. ഫേസ്ബുക്കിൻ്റെ ജിഫ് എഞ്ചിൻ ആണെങ്കിൽ ജിഫി അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഫേസ്ബുക്കിൻ്റെ GIF എഞ്ചിൻ ആണെങ്കിൽ, സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ അത് ജിഫിയാണ്. ഫേസ്ബുക്കിൻ്റെ ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പ് ആണെങ്കിൽ ക്യാച്ചപ്പ്. ഫ്രണ്ട്സുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യുന്നു വിചാരിക്കും അല്ലേ ഫേസ്ബുക്കിൽ. ഇനി ഫേസ്ബുക്ക് ഇന്ത്യയിലെ ഉപഭോക്തൃ മാർക്കറ്റിംഗ് പ്രചാരണമാണ് മോർ ടുഗദർ. അവരുടെ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫേസ്ബുക്കിൻ്റെ കസ്റ്റമേഴ്സ് ആരാണ്? നമ്മളെല്ലാവരും ആണ് അല്ലേ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫേസ്ബുക്ക് ഇന്ത്യയിലെ ഉപഭോക്തൃ കസ്റ്റമർ സർവീസിന് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണെന്ത്? മോർ ടുഗദർ. മോർ
ടുഗദർ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഗൂഗിളിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോ, ഗൂഗിളും ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇത് മാറിപ്പോകാതിരിക്കാനാണ് ആദ്യം ഗൂഗിൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഫേസ്ബുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൻ്റെ ഷോർട്ട് വീഡിയോ അയക്കുന്ന മെസ്സേജ് സേവനമാണ് എന്ത്? ത്രെഡിറ്റ്. എന്നാൽ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ ജിഫ് എഞ്ചിൻ ഏതാണ്? ഗിഫി. ഫേസ്ബുക്കിൻ്റെ ജിഫ് എഞ്ചിൻ ജിഫി. ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ ഓൺലി കോളിംഗ് ആപ്പ് ഏതാണ്? ക്യാച്ചപ്പ്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യും. ഇനി ഫേസ്ബുക്ക് ഇന്ത്യയിലെ ഉപഭോക്തൃ മാർക്കറ്റിംഗ് പ്രചാരണമായിട്ടുള്ളതാണെങ്കിലോ അത് മോർ ടുഗദർ. ഓക്കെ, മോർ ടുഗദർ. അടുത്തത് ലോകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? കൃത്രിമ ബുദ്ധി അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല അതേതാണ്? മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഏതാണ്? മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ലൈക്ക് സ്പൈൻ ടെക്നോളജി അധിഷ്ഠിതമായിട്ട് റോബോട്ട് വികസിപ്പിച്ച കമ്പനി എന്താണ്? ഹ്യൂമൻ ലൈക്ക് സ്പൈൻ ടെക്നോളജി. ഹ്യൂമൻ്റെ സ്പൈനുമായിട്ട് ഒരു സിമിലറായിട്ട് ഉള്ള ഒരു റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തു. അതെന്താണ്? ക്ലബ് ഫസ്റ്റ്. ഓക്കെ, അതായത് നിങ്ങളൊരു ക്ലബ്ബാണ്, വലിയ പൈസക്കാരുടെയൊക്കെ ഒരു ക്ലബ്ബാണെന്ന് പോവാം. അവിടെ എന്താണ്? ഒരു മനുഷ്യനെ പോലെ തന്നെയുള്ള സ്പൈൻ ടെക്നോളജിയൊക്കെ ഉള്ള ഒരു റോബോട്ടിനെ കൊണ്ടുവച്ചെന്ന് ആലോചിക്കാം. അപ്പോൾ ഏതാണ്? ക്ലബ് ഫസ്റ്റ് എന്ന കമ്പനിയാണ് എന്ത് വികസിപ്പിച്ചിരിക്കുന്നത്? ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ലൈക്ക് സ്പൈൻ ടെക്നോളജി. ഓക്കെ, ആ ഒരു ഹ്യൂമൻ ലൈക്ക് സ്പൈൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ട് റോബോട്ട് വികസിപ്പിച്ച കമ്പനിയാണ് ക്ലബ് ഫസ്റ്റ്. ഇനി സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ വരുത്തുന്നതിനായിട്ട് 3 സ്ഥാപനങ്ങളുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനി ആരാണ്? ആമസോൺ. അതായത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്പേസ് എക്സിൻ്റെയൊക്കെ സ്റ്റാർലിങ്ക് പോലെയുള്ള പദ്ധതി എന്താണ്? മൊത്തം യൂറോപ്പിലും ആഫ്രിക്കൻ ആ ഒരു ഏരിയാസിലെല്ലാം നമ്മുടെ അതായത് ഇൻ്റർനെറ്റ് കൊണ്ടുവരാൻ വളരെ സഹായകരമായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയ്ക്കും ഉണ്ട് സാറ്റലൈറ്റ്സ്. എന്തിനാണ്? നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് കവറേജ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കും. അതുപോലെ ഇപ്പോൾ ആമസോൺ ഒറ്റയ്ക്കല്ല, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 3 സ്ഥാപനങ്ങളുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനിയാണ് ആമസോൺ. ഇപ്പോൾ നമുക്ക് ജിയോയ്ക്കും ഉണ്ട് അല്ലേ ഇൻ്റർനെറ്റ്. ആ ഒരു സാറ്റലൈറ്റുമായിട്ട് ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മുടെ ജിയോ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്, അറിയായിരിക്കും അല്ലേ? അപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ വരുന്നതുമായിട്ട് 3 സ്ഥാപനങ്ങളുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനി ഏതാണ്? അത് ആമസോൺ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമൻ ലൈക്ക് സ്പൈൻ ടെക്നോളജി അടിസ്ഥിതമായിട്ട് റോബോട്ട് വികസിപ്പിച്ച കമ്പനിയോ? അത് ക്ലബ് ഫസ്റ്റ്. ഓക്കെ, ഇനി സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് നിലവിൽ വരുന്നതിനായി 3 സ്ഥാപനങ്ങളുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനി ഏതാണ്? അത് ആമസോൺ ആണ്. 2022 ചണ ഉൽപ്പന്നം ഇല്ലേ? എന്താണ്? ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോ ആണ് ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ. ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ എന്താണ്? നമ്മുടെ ഹോൾമാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലേ? അപ്പോൾ അതായത് ജൂട്ടിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചണ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേന്ദ്ര സർക്കാർ ഒരു ലോഗോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ലോഗോയുടെ പേരെന്താണ്? ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജൂട്ട് മാർക്ക് ഇന്ത്യ. കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതമായിട്ടും കാര്യക്ഷമമായിട്ടും നിർവഹിക്കുന്നതിനായിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് മീ കോപ്സ്. എന്താണ്? മീ കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? നമ്മുടെ പോലീസുകാരെ പറയുന്ന പേരാണ് കോപ്സ്. അപ്പം മീ കോപ്സ് ആണ് കേരള പോലീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഫോർ ദ പോലീസ് ഇൻഫർമേഷൻസ്. അപ്പോൾ പോലീസ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റ് സമയത്തിന് ചെയ്യുന്നുണ്ടോ, അവരുടെ കറക്റ്റായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ, അത് നിർവഹിക്കാൻ അവരെ സഹായിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? മീ കോപ്സ്. അപ്പം മീ കോപ്സ് ആരുടെയാണ്? നമ്മുടെ സ്വന്തം കേരള പോലീസിൻ്റെയാണ്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഒബ്വിയസ്ലി നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് മീ കോപ്സ് ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോ ഏതാണ്? അത് ജൂട്ട് മാർക്ക് ഇന്ത്യയാണ്. എന്നാൽ കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ജോലികൾ സമയബന്ധിതമായും കാര്യക്ഷമമായും നിർവഹിക്കുന്നതിനായി പുറത്തിറക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? അത് മീകോപ്സ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതിന് റിലേറ്റഡ് സോഫ്റ്റ്വെയർസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.